അന്തരിച്ച അമേരിക്കൻ ശതകോടീശ്വരനും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും തലപൊക്കുകയാണ്. എപ്സ്റ്റീൻ ഫയൽസുമായി ബന്ധപ്പെട്ട് ദശലക്ഷക്കണക്കിന് പുതിയ രേഖകളാണ് ഏതാനും ദിവസം മുൻപ് US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ടത്. 30 ലക്ഷം പേജുകൾ, 1.80 ലക്ഷം ചിത്രങ്ങൾ, 2000 വീഡിയോകൾ എന്നിവ ഇതിലുൾപ്പെടുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ രാഷ്ട്ര നേതാക്കൾ, നോം ചോസ്കി ഉൾപ്പെടെയുള്ള ചിന്തകന്മാർ, ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള ലോക കോടീശ്വരന്മാർ തുടങ്ങി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്ന രേഖകളിൽ നിരവധി ഇന്ത്യക്കാരുടെ പേരുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി, വ്യവസായി അനിൽ അംബാനി, സംവിധായിക മീര നായർ, ആത്മീയ ഗുരു ദീപക് ചോപ്ര തുടങ്ങിയവർ എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ള പ്രമുഖരാണ്. പുറത്തുവന്ന രേഖകളിൽ പേരുണ്ടെങ്കിലും എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് എന്നതിന് ഇതിനർത്ഥമില്ല. പല പേരുകളും ചില ഇമെയിലുകളിൽ പരാമർശിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എപ്സ്റ്റീൻ രേഖകളിൽ പ്രധാനമന്ത്രി മോദിയുടെ പേരുണ്ടെന്നതാണ് ഇപ്പോൾ ഈ രേഖകൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടാൻ കാരണമാകുന്നത്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചുവെന്നാണ് ഇമെയിലിൽ എപ്സ്റ്റീൻ പരാമർശിച്ചത്. തന്റെ നിർദ്ദേശപ്രകാരം മോദി ഇസ്രായേലിൽ പോയി എന്നും അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നും പരാമർശിക്കുന്നു. എന്നാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് മെയിലിൽ വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിക്കുന്ന ഇമെയിൽ സന്ദേശങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ കണ്ടുവെന്നും ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ജൽപ്പനങ്ങളാണെന്നുമാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇതിൽ പ്രതികരിച്ചത്. ശതകോടീശ്വരന്മാരുടെ പേടി സ്വപ്നം. ആരാണ് ജെഫ്രി എപ്സ്റ്റീൻ? എന്താണ് ലോകത്തെ ഞെട്ടിച്ച എപ്സ്റ്റീൻ ഫയൽസ്? ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാര ഗൂഢാലോചനയുടെയും ലൈംഗിക ക്രൂരതയുടെയും പര്യായമാണ് ജെഫ്രി എപ്സ്റ്റീൻ. സാധാരണക്കാരനായി ജനിച്ച ലോകത്തെ അതിശക്തരായ വ്യക്തികളെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ ഒരു മനുഷ്യൻ. ഒടുവിൽ ജയിലറയിൽ അന്ത്യം കുറിച്ച കഥ. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ വിവാദ വ്യവസായി. ജീവിതകാലത്തിനിടയിൽ 14-നും 18-നും ഇടയിൽ 3000 പെൺകുട്ടികളെയെങ്കിലും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇയാൾ വിധേയമാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അവിവാഹിതനായിരുന്നു ഇയാൾ. ലോകത്തെ പ്രമുഖരായ പല ഭരണാധികാരികൾക്കും രാജകുമാരന്മാർക്കും ഇയാളുമായി ബന്ധമുണ്ടെന്നാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഫയലുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. 1953 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് എപ്സ്റ്റീൻ ജനിച്ചത്. പഠനത്തിൽ മിടുക്കനായിരുന്നുവെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. എങ്കിലും ഗണിതത്തിലുള്ള കഴിവ് മൂലം ന്യൂയോർക്കിലെ ഒരു പ്രശസ്ത സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതായിരുന്നില്ല അയാളുടെ മോഹങ്ങൾ. അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് അയാൾ സാമ്പത്തിക ലോകത്തിന്റെ സിരാകേന്ദ്രമായ വാൾസ്ട്രീറ്റിലേക്ക് എത്തുന്നു. അവിടെയുള്ള നിക്ഷേപ ബാങ്കുകളിൽ ജോലി ചെയ്തുകൊണ്ട് അയാൾ പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ പഠിച്ചു. 1982 സ്വന്തമായി ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങിയ എപ്സ്റ്റീൻ അതിസമ്പന്നരുടെ പണം മാത്രം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. വിക്ടോറിയാസ് സീക്രട്ട് ഉടമ ലെസ്ലി വെക്സറിനുമായുള്ള സൗഹൃദം അയാളെ ഒരു ശതകോടീശ്വരനാക്കി മാറ്റി. ഈ സമയത്താണ് ബ്രിട്ടീഷ് മാധ്യമ മുതലാളിയുടെ മകളായ ഗിസ്ലൈൻ മാക്സ്വെല്ലിനെ എപ്സ്റ്റീൻ പരിചയപ്പെടുന്നത്. ലോകത്തെ ഉന്നത രാഷ്ട്രീയക്കാരിലേക്കും രാജകുടുംബങ്ങളിലേക്കും എപ്സ്റ്റീന് വഴി തുറന്നുകൊടുത്തത് മാക്സ്വെൽ ആയിരുന്നു. എപ്സ്റ്റീൻ ദ്വീപിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കുവാനും പ്രമുഖരുടെ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനും എപ്സ്റ്റീനെ സഹായിച്ചത് ഗ്ലിസൈൻ മാക്സ്വെൽ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ രഹസ്യരേഖകളിൽ പലതും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതാണ് വസ്തുത. മാക്സ്വെൽ ഇപ്പോഴും ജയിലിലാണ്. പെൺകുട്ടികളെ വാഗ്ദാനങ്ങൾ നൽകി എപ്സ്റ്റീന്റെ അടുത്തേക്ക് എത്തിച്ചിരുന്നത് ഇവരാണ്. എല്ലായ്പ്പോഴും നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു ഇയാളുടെ ബിസിനസ്. വമ്പന്മാരായ ശതകോടീശ്വരന്മാരുടെ പണം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നായിരുന്നു ഇയാൾ പുറം ലോകത്തിന് നൽകിയിരുന്ന പരിവേഷം. എപ്സ്റ്റീന്റെ പ്രധാന ബിസിനസ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിലായിരുന്നു. എന്നാൽ സാധാരണക്കാരല്ല, മറിച്ച് ശതകോടീശ്വരന്മാരെ മാത്രമാണ് ഇയാൾ ഇടപാടുകാരായി സ്വീകരിച്ചിരുന്നത്. അമേരിക്കയിലെ വൻകിട വ്യവസായിയായ ലെസ്ലി വെക്സ്റ്റർ ആയിരുന്നു ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകാരൻ. വെക്സ്റ്ററുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കാനുള്ള അധികാരം എപ്സ്റ്റീനായിരുന്നു. താനൊരു വലിയ ശാസ്ത്രസ്നേഹിയാണെന്ന് ഇയാൾ നടിച്ചിരുന്നു. ലോകത്തെ മികച്ച ശാസ്ത്രജ്ഞർക്കും ഹാർവാർഡ് പോലെയുള്ള സർവകലാശാലകൾക്കും ഇയാൾ വലിയ തുകകൾ സംഭാവനയായി നൽകി. ഇതിലൂടെ സമൂഹത്തിൽ മാന്യമായ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുവാൻ ഇയാൾക്ക് കഴിഞ്ഞു. എപ്സ്റ്റീൻ തന്റെ പണം ഉപയോഗിച്ച് കരീബിയൻ കടലിൽ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് സ്വന്തമാക്കി. അവിടെ അയാൾ ഒരു ആഡംബര ലോകം തന്നെ പടുത്തുയർത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്നു. തന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസിൽ പ്രമുഖരായ വ്യക്തികളെ ഈ ദ്വീപിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഈ പെൺകുട്ടികളെ കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെ സ്ഥാപിച്ചിരുന്ന രഹസ്യ ക്യാമറകൾ വഴി ഈ പ്രമുഖരുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തി അവരെ തന്റെ വരുതിയിൽ നിർത്തുകയായിരുന്നു അയാളുടെ പ്രധാന തന്ത്രം.
2005 ഫ്ലോറിഡയിൽ വെച്ചാണ് എപ്സ്റ്റീന്റെ ക്രൂരതകൾ ആദ്യമായി പുറം ലോകമറിയുന്നത്. 2008 അയാൾ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും തന്റെ വലിയ സ്വാധീനം ഉപയോഗിച്ച് കേവലം 13 മാസം മാത്രം തടവനുഭവിച്ച് പുറത്തിറങ്ങി. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തിയെന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലായത്. 2008 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റസമ്മതം നടത്തിയതോടെയാണ് എപ്സ്റ്റീൻ ആദ്യമായി അറസ്റ്റിലാകുന്നത്. അറസ്റ്റിലായി വെറും 13 ദിവസങ്ങൾക്കപ്പുറം അയാൾ പുറത്തിറങ്ങി. 2019 ജൂലൈയിൽ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക ആവശ്യങ്ങൾക്കായി കടത്തിയെന്ന കുറ്റത്തിന് വീണ്ടും അറസ്റ്റിലായി. തൊട്ടടുത്ത മാസം ജയിലറയിൽ എപ്സ്റ്റീൻ മരിച്ചു. ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് പ്രകാരം എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തിരിക്കാം എന്നാണ് വ്യക്തമാക്കുന്നത്. എങ്കിലും ഇതു സംബന്ധിച്ച ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ്. ജെഫ്രിയുടെ മരണത്തിനു ശേഷം ഇയാളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായവർക്കെതിരെ നിയമ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ, നടൻ അലക്സ് ബാൾഡ്വിൻ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റൈൻ, ആൻഡ്രൂ രാജകുമാരൻ എന്നിവർ ജെഫ്രി എപ്സ്റ്റീന്റെ കോൺടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന എണ്ണമറ്റ പ്രമുഖരിൽ ചിലർ മാത്രം. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും ട്രംപ് എത്തിയതോടെ എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീപിടിച്ചു. ആഘോഷരാവുകളിൽ എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു. അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കണ്ടെത്തിയ വിവരങ്ങൾ, ബന്ധപ്പെട്ട രേഖകൾ, കോൺടാക്ട് ലിസ്റ്റുകൾ, കോൾ റെക്കോർഡുകൾ, ചാറ്റുകൾ, വീഡിയോകൾ, അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ക്ലയന്റുകളുടെയും പേരുകൾ എന്നിവ ഉൾപ്പെടുന്ന ഫയലാണ് എപ്സ്റ്റീൻ ഫയലുകൾ എന്നറിയപ്പെടുന്നത്. 3 ദശലക്ഷത്തിലധികം പേജുള്ളതാണ് ഈ ഫയലുകൾ. ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും അയാൾ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്.